ആണവ കരാറിൽ ഒപ്പുവെച്ചില്ലെങ്കിൽ സൈനിക നടപടിക്ക് ഒരുങ്ങുമെന്ന് ഇറാന് മുന്നറിയിപ്പ് നൽകി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. വെനിസ്വേലയിലേക്ക് അയച്ചതിനേക്കാൾ വലിയ കപ്പൽ പടയാണ് ഇറാനെ നേരിടാൻ ഒരുങ്ങുന്നതെന്നും ട്രംപ് പറഞ്ഞു. എന്നാൽ അമേരിക്കയുമായി ചർച്ചയ്ക്ക് സന്നദ്ധത അറിയിച്ചതായ വാർത്ത ഇറാൻ തള്ളി. രാജ്യത്തിന്റെ സുരക്ഷയാണ് ചർച്ചയേക്കാൾ പ്രധാനമെന്നും ഇറാൻ നേതൃത്വം വ്യക്തമാക്കി. മേഖലയിൽ ഇറാൻ സാന്നിധ്യവും റഷ്യ ചൈന സ്വാധീനവും നേരിടാൻ 20 വർഷത്തിനിടെയുള്ള ഏറ്റവും വലിയ നീക്കം നടക്കുന്നതായി US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ പറഞ്ഞു. അതേസമയം സംഘർഷം ലഘൂകരിക്കാൻ ഗൾഫ് രാജ്യങ്ങൾ ശ്രമം തുടരുകയാണ്. ഇറാനെ ആക്രമിക്കാൻ തങ്ങളുടെ വ്യോമപാത വിട്ടുകൊടുക്കില്ലെന്ന് UAEക്ക് പിന്നാലെ സൗദി അറേബ്യയും പ്രഖ്യാപിച്ചു. പ്രതിസന്ധി ചർച്ച ചെയ്യാൻ അടിയന്തര UN രക്ഷാസമിതി യോഗം ആരംഭിച്ചു. MCA നാസർ ചേർന്നുണ്ട് വിശദാംശങ്ങൾ നൽകാനായി. നാസർ, ഇറാന് വീണ്ടും അമേരിക്കയുടെ ഭാഗത്തു നിന്നും വലിയൊരു ഭീഷണി, പശ്ചിമേഷ്യയിൽ യുദ്ധഭീതി ഒഴിയുന്നില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. ഇറാന്റെ മുന്നൊരുക്കം എങ്ങനെയാണ്? അമേരിക്കയുടെ ഭീഷണി എന്താണ്? ജിന, ട്രംപിന്റെ ഭാഗത്തു നിന്നും അതോടൊപ്പം തന്നെ US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ ഉൾപ്പെടെയുള്ളവരുടെ ഭാഗത്തു നിന്നും വളരെ പ്രകോപനപരമായിട്ടുള്ള പ്രസ്താവനകളാണ് ഇന്നും പുറത്തു വന്നിരിക്കുന്നത്. ഇതിൽ ട്രംപ് വ്യക്തമാക്കിയിരിക്കുന്നത് വെനിസ്വേലയിലേക്ക് അയച്ചതിനേക്കാൾ വലിയ കപ്പൽപ്പടയും സംവിധാനങ്ങളുമാണ് ഇപ്പോൾ പശ്ചിമേഷ്യയിലേക്ക് ഇറാനെ നേരിടാൻ തങ്ങൾ അയച്ചുകൊണ്ടിരിക്കുന്നത്. അതിശക്തമായിട്ടുള്ള ഒരു മുന്നറിയിപ്പ് തന്നെയാണ് ഇന്ന് ഇറാൻ നേതൃത്വത്തിന് ട്രംപ് നൽകിയിരിക്കുന്നത്. അതിൽ പ്രധാനമായിട്ടും പറയുന്നത് ആണവ പദ്ധതി ഉപേക്ഷിക്കണം എന്ന കൃത്യമായിട്ടുള്ള ഒരു മുന്നറിയിപ്പ് കൂടിയാണ് ഇപ്പോൾ ഇറാന് നൽകിയിരിക്കുന്നത്. കാരണം നേരത്തെ വിലക്കയറ്റത്തിൻ്റെ ഭാഗമായിട്ട് ജനകീയമായിട്ടുള്ള ഒരു പ്രക്ഷോഭം രൂപപ്പെട്ടിരുന്നു. ആ പ്രക്ഷോഭത്തിനും പ്രക്ഷോഭകാരികൾക്കും പിന്തുണ അറിയിച്ചുകൊണ്ടായിരുന്നു വലിയ തോതിലുള്ള ഒരു സൈനിക സംവിധാനങ്ങളിലേക്ക് അമേരിക്ക നീങ്ങിയിരുന്നതെങ്കിൽ ഇപ്പോൾ കുറെ കൂടി കാര്യങ്ങൾ അമേരിക്ക നയം വ്യക്തമാക്കുകയാണ്. അതായത് ആണവ പദ്ധതിയിൽ നിന്ന് പൂർണ്ണമായിട്ടും ഇറാൻ പിൻവാങ്ങേണ്ടതുണ്ട്. അതുമായി ബന്ധപ്പെട്ട് അമേരിക്കയുമായി പുതിയ കരാറിൽ എത്തിച്ചേരണം. ആ കരാറിൽ എത്തുന്നില്ല എങ്കിൽ അതിശക്തമായിട്ടുള്ള നീക്കങ്ങൾ ഉണ്ടാകുമെന്നൊരു മുന്നറിയിപ്പാണ് ട്രംപ് നൽകിയിരിക്കുന്നത്. അല്പം മുമ്പ് US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ നൽകിയ പ്രതികരണത്തിൽ ഒരു ഭരണകൂടം നിലവിലുള്ളത് എന്തായാലും അധപ്പതിക്കാൻ പോവുകയാണ്. അവർ പതിക്കുന്നതോടുകൂടി പുതുതായിട്ട് ബദൽ ആരായിരിക്കും വരിക എന്ന കാര്യത്തിൽ അവ്യക്തതയുണ്ട്. അക്കാര്യം മാത്രമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. അതായത് ഭരണമാറ്റം എന്നത് അമേരിക്ക തീരുമാനിച്ചുറച്ചിരിക്കുന്നു ഇറാനെ സംബന്ധിച്ചിടത്തോളം. പക്ഷേ ഇറാൻ നയം ഇന്നും ആവർത്തിച്ച് വ്യക്തമാക്കുന്നത് അമേരിക്കയുമായിട്ട് ഏതെങ്കിലും നിർബന്ധിതമായിട്ടുള്ള അടിച്ചേൽപ്പിക്കൽ സ്വഭാവത്തിലുള്ള ഒരു ചർച്ചയ്ക്ക് തങ്ങൾ ഒരുക്കമല്ല. കാരണം ഇപ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് തങ്ങൾ ലക്ഷ്യമിടുന്നതും നടപടികൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതും ഇറാന്റെ സുരക്ഷ നിലനിർത്തുക എന്നതാണ്. അമേരിക്കയുടെ ഭാഗത്തു നിന്ന് വളരെ പരിമിതമായ തോതിലുള്ള ഒരു ആക്രമണമാണ് നടക്കുന്നതെങ്കിൽ പോലും ഏറ്റവും ആപൽക്കരമായിരിക്കും തങ്ങളുടെ ഭാഗത്തു നിന്നുള്ള തിരിച്ചടി എന്ന് വളരെ ശക്തമായി തന്നെ ഇറാനിയൻ നേതൃത്വം അറിയിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇതുവരെ ഞങ്ങൾ തീരുമാനമെടുത്തിട്ടില്ല എന്ന് ഇറാൻ പറയുകയാണെങ്കിൽ അമേരിക്ക ഏത് രീതിയിലുള്ള ആക്രമണം നടത്തുകയാണെങ്കിലും തിരിച്ചടിക്കാൻ സന്നദ്ധമാണ് എന്നുള്ള ഒരു സൂചനയാണ് ഇറാൻ നൽകുന്നത്. തീർച്ചയായിട്ടും. കാരണം തങ്ങളുടെ നേർക്ക് പരിമിതമായ തോതിലുള്ള ഒരു ആക്രമണമാണ് അമേരിക്ക നടത്തുന്നതെങ്കിൽ പോലും അതിശക്തമായിട്ടുള്ള തിരിച്ചടിയായിരിക്കും. അതിന് രാജ്യം എല്ലാ അർത്ഥത്തിലും പ്രാപ്തമാണ് എന്ന് കൂടിയാണ് ഇറാൻ നേതൃത്വം വ്യക്തമാക്കിയത്. ഇതിനെ ഏറെക്കുറെ ന്യായീകരിച്ചുകൊണ്ടാണ് US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയുടെ പ്രതികരണവും വന്നിരിക്കുന്നത്. മാർക്കോ റൂബിയോ വ്യക്തമാക്കുന്നത് ഈ പശ്ചിമേഷ്യയിലെ 9 കേന്ദ്രങ്ങളിലായി 30,000-നും 40,000-നും ഇടയ്ക്കുള്ള അമേരിക്കൻ സൈനികരുണ്ട്. ആ അമേരിക്കൻ സൈനികരുടെ സുരക്ഷ ഉറപ്പുവരുത്താൻ ഇപ്പോൾ ഏർപ്പെടുത്തിയിരിക്കുന്ന ഈ യുദ്ധസന്നാഹങ്ങൾ പര്യാപ്തമാണ്. അതുകൊണ്ട് തന്നെ ഇറാന്റെ ഭാഗത്തു നിന്നുള്ള ഏതൊരു ആക്രമണത്തെയും നേരിടാൻ തങ്ങളുടെ സേന മേഖലയിൽ സജ്ജമാണ് എന്ന ഒരു പ്രതികരണം കൂടിയാണ് മാർക്കോ റൂബിയോ നൽകിയിരിക്കുന്നത്. പക്ഷേ ചീന ഈ പ്രതിസന്ധി പരിഹരിക്കാനുള്ള നയതന്ത്ര നീക്കങ്ങളും വളരെ ശക്തമായി തന്നെ തുടരുന്നുണ്ട്. അതിന് മുൻകൈ എടുക്കുന്നത് ഇപ്പോൾ പ്രധാനമായിട്ടും സൗദി അറേബ്യ, അതോടൊപ്പം തന്നെ ഖത്തർ, UAE, ഒമാൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളാണ്. വളരെ തിരക്കിട്ട നയതന്ത്ര നീക്കങ്ങൾ അവർ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. റഷ്യ, ചൈന എന്നീ രാജ്യങ്ങളുമായിട്ടും ഗൾഫ് രാജ്യങ്ങൾ തുടർച്ചയായിട്ടുള്ള ആശയവിനിമയം തുടരുകയാണ്. UAE പ്രസിഡന്റ് നാളെ റഷ്യയിലേക്ക് പോകുന്നുണ്ട്. അവിടെയും പ്രധാനമായിട്ടും ഈ മേഖലയിൽ ഉരുണ്ടുകൂടിയിരിക്കുന്ന ഈ ഒരു പ്രക്ഷുബ്ധമായിട്ടുള്ള സാഹചര്യം തന്നെയായിരിക്കും ചർച്ച ചെയ്യുക. എന്തായാലും ഒരു ആക്രമണം ഇറാനെതിരെ നടക്കുകയാണെങ്കിൽ അത് മേഖലയുടെ കെട്ടുറപ്പിനും സുരക്ഷയ്ക്കും വലിയ ഭീഷണിയായിരിക്കും. അതുകൊണ്ട് അത് ഒഴിവാക്കാനുള്ള വളരെ ഫലപ്രദമായിട്ടുള്ള നയതന്ത്ര നീക്കങ്ങളാണ് ഇപ്പോൾ ഗൾഫ് രാജ്യങ്ങൾ തുടരുന്നത്. പക്ഷെ അത് എത്ര കണ്ടത് വിജയത്തിലെത്തും എന്നത് അമേരിക്കയുടെ നിലപാടിനെ കൂടി ആശ്രയിച്ച് നിൽക്കുകയാണ്. പക്ഷേ
വലിയ തോതിലുള്ള യുദ്ധസന്നാഹങ്ങൾ, അതോടൊപ്പം തന്നെ സൈനികാഭ്യാസ പ്രകടനങ്ങൾ, ഇതൊക്കെയാണ് ഇപ്പോൾ അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും നേതൃത്വത്തിൽ മേഖലയിൽ തുടർന്നുകൊണ്ടിരിക്കുന്നത്. അതാണ് വലിയ രീതിയിലുള്ള ഒരു യുദ്ധഭീഷണി ഇറാന് മേൽ ഇങ്ങനെ അമേരിക്ക ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ ഗൾഫ് രാജ്യങ്ങൾ അവരുടെ പരമാവധി ശ്രമം അവരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട്. യുദ്ധം ഒഴിവാക്കാനുള്ള ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കാനുള്ള നീക്കമാണ് നടക്കുന്നത്. ആക്രമിക്കാൻ തങ്ങളുടെ വ്യോമപാത വിട്ടുകൊടുക്കില്ല എന്ന് UAE കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. പിന്നാലെ തന്നെ സൗദി അറേബ്യയും ഇത്തരത്തിലൊരു പ്രഖ്യാപനം നടത്തിയിട്ടുണ്ടല്ലേ? തീർച്ചയായിട്ടും സൗദി അറേബ്യയും തങ്ങളുടെ നയം വളരെ കൃത്യമായി വ്യക്തമാക്കിയിരിക്കുന്നു. നേരത്തെ UAE തങ്ങളുടെ കര, നാവിക, അതോടൊപ്പം തന്നെ വ്യോമപാതകൾ ഒരു നിലയ്ക്കും ഇറാനെ ആക്രമിക്കാൻ ആർക്കും നൽകുന്ന ഒരു പ്രശ്നം പോലും ഉദിക്കുന്നില്ല എന്ന് UAE വളരെ അസന്നിഗ്ധമായി തന്നെ വ്യക്തമാക്കി. കാരണം അമേരിക്കയുടെ സൈനിക കേന്ദ്രങ്ങൾ ഈ മേഖലയിൽ വളരെ വ്യാപകമായി തന്നെ ഉള്ള ഒരു സാഹചര്യത്തിൽ ഈ രാജ്യങ്ങളുടെ 6 ഗൾഫ് രാജ്യങ്ങളും ഇക്കാര്യത്തിൽ വളരെ ഉറച്ച നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത്. ഇറാനെ ആക്രമിക്കാൻ തങ്ങൾ ഒരുക്കമല്ല, അല്ലെങ്കിൽ ആരെങ്കിലും ആക്രമിക്കുന്നതിന് തങ്ങൾ ഒരു നിലയ്ക്കും അതിന് പ്രത്യക്ഷമായിട്ടോ പരോക്ഷമായിട്ടോ പങ്കുവഹിക്കുകയില്ല എന്നാണ് സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാനും ഇറാൻ പ്രസിഡന്റിനെ ഇന്നലെ ടെലിഫോണിൽ വിളിച്ച് അക്കാര്യം അറിയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇറാനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു പിന്തുണയാണ്. കാരണം മുമ്പൊരിക്കലും ഇത്തരമൊരു പിന്തുണ ഒരുപക്ഷെ ഇറാന് ലഭിച്ചിരുന്നില്ല. അപ്പം ഗൾഫ് രാജ്യങ്ങളുടെ ഭാഗത്തു നിന്ന് വളരെ ശക്തമായിട്ടുള്ള നയതന്ത്ര പിന്തുണ ഇറാന് ലഭിക്കുന്നുണ്ട്. പക്ഷേ ഇതിനൊക്കെയും മറികടന്നുകൊണ്ട് അമേരിക്ക മുന്നോട്ട് നീങ്ങുമോ, അവരെ കേവലമായിട്ടുള്ള ഒരു സൈനിക സമ്മർദ്ദം മാത്രമാണോ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന യുദ്ധസന്നാഹം എന്നത് സംബന്ധിച്ചുള്ള വ്യത്യസ്തമായിട്ടുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. എന്തായാലും പ്രത്യക്ഷത്തിൽ ഒരു ചർച്ചയും ഇറാനും അമേരിക്കയും തമ്മിൽ ഇപ്പോൾ ആരംഭിച്ചിട്ടില്ല എന്ന് ഔദ്യോഗികമായി തന്നെ അമേരിക്കയും ഇറാനും വ്യക്തമാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ഒരു ചർച്ചയിലേക്ക് രണ്ട് കക്ഷികളെയും, ഇറാനെയും അമേരിക്കയെയും കൊണ്ടുവരിക എന്ന ഈ ഗൾഫ് രാജ്യങ്ങളുടെ ശ്രമം എത്ര കണ്ട് വിജയിക്കും എന്നത് പ്രധാനമാണ്. അതോടൊപ്പം തന്നെ മറ്റു ചില ക്യൂബ ഉൾപ്പെടെയുള്ള ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളുടെ കാര്യത്തിലും ഇറാനെതിരെയും കുറെ കൂടി ശക്തമായിട്ടുള്ള നീക്കം വേണമെന്ന ഒരു തീർപ്പിൽ തന്നെയാണ് പെന്റഗൺ എത്തിച്ചേർന്നതെന്ന റിപ്പോർട്ടുകൾ കൂടി പുറത്തു വരുന്നുണ്ട്. എന്തായാലും ഈ സംഘർഷഭരിതമായിട്ടുള്ള സാഹചര്യത്തിൽ ഒരു മഞ്ഞുരുക്കം ഉണ്ടാകുമോ എന്നറിയണമെങ്കിൽ ഈ ഗൾഫ് രാജ്യങ്ങൾ നടത്തുന്ന നയതന്ത്ര നീക്കത്തോട് അമേരിക്ക ഏതു വിധത്തിൽ പ്രതികരിക്കുന്നു എന്നതിനെ ആശ്രയിച്ചായിരിക്കും അതുമായി ബന്ധപ്പെട്ട ഒരു കൃത്യമായിട്ടുള്ള ചിത്രം വ്യക്തമാവുക. ജീന. നാസർ, ഏതായാലും ഇറാന് നേരെ US-ന്റെ ഭീഷണി ഉണ്ടായിരിക്കുകയാണ്. ആണവ കരാറിൽ ഒപ്പിട്ടില്ല എങ്കിൽ ഒരു സൈനിക നീക്കം ഉണ്ടാകുമെന്നാണ് അമേരിക്കയുടെ ഭീഷണി. അമേരിക്കയുമായി ചർച്ചയ്ക്ക് സന്നദ്ധത അറിയിച്ചതായുള്ള വാർത്ത ഇറാൻ തള്ളിയിട്ടുണ്ട്. അത്തരത്തിലൊരു ചർച്ചയ്ക്കും ഇതുവരെ ഞങ്ങൾ തയ്യാറായിട്ടില്ല എന്നാണ് ഇറാൻ പറയുന്നത്. ഏത് തരത്തിലുള്ള ആക്രമണം ഉണ്ടായാലും അത് പ്രതിരോധിക്കാൻ സന്നദ്ധമാണ് തങ്ങളെന്നും ഇറാൻ വ്യക്തമാക്കുകയാണ്. ഒപ്പം തന്നെ വലിയ രീതിയിലുള്ള പിന്തുണ ഗൾഫ് രാജ്യങ്ങളുടെ ഭാഗത്തു നിന്നും ഇറാന് ഉണ്ടാകുന്നുണ്ട്. കഴിഞ്ഞ ദിവസം UAE പറഞ്ഞത് ഇത്തരത്തിലുള്ള ഇറാനെ ആക്രമിക്കാൻ തങ്ങളുടെ വ്യോമപാത വിട്ടുകൊടുക്കില്ല എന്ന് UAE പറയുന്നുണ്ടായിരുന്നു. പിന്നാലെ ഇന്ന് സൗദിയും അത്തരത്തിലുള്ള പ്രഖ്യാപനം നടത്തിയിട്ടുണ്ട്. പ്രതിസന്ധി ചർച്ച ചെയ്യാൻ അടിയന്തര UN രക്ഷാസമിതി യോഗം തുടങ്ങിയിട്ടുണ്ട്. MC നാസറാണ് സമഗ്രമായ വിശദാംശങ്ങൾ നൽകി.